എൻ്റെ എല്ലാ ചങ്ക് റോഫിനും വീണ്ടും മറ്റൊരു ലൈവ് സ്ട്രീമിലേക്ക് സ്വാഗതം. ഇപ്പോൾ നല്ല കുളിരും മഴയൊക്കെ ഉള്ള ഒരു സന്ധ്യയിലാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ചിലർക്ക് കറണ്ടിൻ്റെയൊക്കെ ഇഷ്യൂ കാണും. അപ്പോൾ എനിക്കും കറണ്ടിൻ്റേതായിട്ടുള്ള ഇഷ്യൂ ഉണ്ട്. ചിലപ്പോൾ ഇതിനിടയ്ക്ക് ലൈവ് കട്ടായി കഴിഞ്ഞാൽ നോക്കാം. കറണ്ട് വേഗത്തിന് വന്നു കഴിഞ്ഞാൽ വേഗത്തിന് ഞാൻ ലൈവ് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ ഗെയിം പ്ലേയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്പാൻ പറ്റത്തില്ല, എന്തോ സംഭവിക്കാൻ പറ്റുന്നത് നമ്മുടെ കയ്യിലല്ല നിൽക്കുന്നത്. നമുക്ക് ഒരുപാട് പ്ലേയേഴ്സ് മിക്കവാറും ജോയിൻ ചെയ്യാൻ സാധ്യത കാണാം. കറണ്ടിൻ്റേതായിട്ടുള്ള ഇഷ്യൂ എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട്. നല്ല കാറ്റും മഴയൊക്കെയാണ്. ഇപ്പോൾ കാലവർഷം ശക്തി പ്രാപിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നല്ല സൂപ്പർ തണുപ്പ്, കിട തുറക്കാൻ തോന്നുന്നു. അപ്പോൾ വെൽക്കം ടു സ്ട്രീം ആൻഡ് വെൽക്കം ടു ഗെയിം. ഇപ്പോൾ പ്ലേയേഴ്സെല്ലാം ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. MKSൻ്റെ സ്ലോട്ടിൽ ഇതാ എൻക്രൂസ് ആൻഡ് ജോക്കർ വന്നിട്ടുണ്ട്. ആൻഡ് ബാരത്യോൺസിൻ്റെ സ്ലോട്ടിൽ ഇതാ സർവജിത്ത് ഹാജർ വെച്ചിട്ടുണ്ട്. ആൻഡ് BRTHXൽ അവരുടെ ലൈനപ്പ് ഫുൾ സ്ക്വാഡ് റെഡി ആയിട്ടുണ്ട്. ഇവോടെ ലൈനപ്പ് ഇതാ അവരും സെറ്റായിട്ടുണ്ട്. ഇവോടെ ലൈനപ്പ് ഫുൾ സ്ക്വാഡ് സെറ്റായിട്ടുണ്ട്. പിന്നെ ടീം നമ്പർ 5 SMR വന്നിട്ടില്ല. ടീം നമ്പർ 6 മാഡിൻ്റെ ഫസ്റ്റ് ലൈനപ്പിൽ പ്ലേയേഴ്സ് ട്രിക്കേഴ്സ് ഡ്രായർ, മാഡ് എക്സർ, ഡീമൺ ഡേസർ വന്നിട്ടുണ്ട്. ആൻഡ് ടീം നമ്പർ 7 മാഡി മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിലായിട്ട് TNDയുടെ പ്ലേയേഴ്സ് ആരും വന്നിട്ടില്ല. ബട്ട് ടീം നമ്പർ 9 NGS ആയിരുന്നു. NGSമാരുടെ അമിഗോസ് ആണ്. ഇപ്പോൾ അമിഗോസ് NGS അപ്പോൾ അമിഗോസ് ആണ്. ടീം നമ്പർ 10 GT ആരും വന്നിട്ടില്ല. ടീം നമ്പർ 11 NGS വന്നിട്ടുണ്ട്. ഇന്നലെ മുങ്ങി, ഇന്ന് വന്നു. ടോൾ ST വന്നിട്ടുണ്ട്. ആൻഡ് ST 2 ലൈനപ്പ് വന്നിട്ടുണ്ട്. ടീം നമ്പർ 14 ടീം കോളനിയാണ്. കോളനി സ്ലോട്ടിൽ ഹവോക്ക് വന്നിട്ടില്ല. ടീം നമ്പർ 50 SVR. നല്ല ഉറക്കം വരുന്നുണ്ട്. ഉറക്കം വന്നാൽ കോട്ട് വേടാൻ പാടില്ല. നമ്മുടെ ഈ PUBG ഇന്ത്യ ലീഗിൽ നിങ്ങളുടെ PMBLൻ്റെ ഇടയ്ക്ക് തമിഴിലുള്ള ഏതൊരു കമൻറ്റേറ്റർ കോട്ടുമായിട്ടുണ്ട് പുള്ളീനെ പുറത്താക്കിയായിരുന്നു. കാരണം അൺപ്രൊഫഷണൽ അല്ല എന്ന് പറഞ്ഞു പുറത്താക്കിയായിരുന്നു. കോട്ട് പക്ഷെ എന്തിനേ പറ്റും, നല്ല സൂപ്പർ കാലാവസ്ഥ, നല്ല സൂപ്പർ തണുപ്പ്, ഉറങ്ങാൻ പറ്റിയ പരുവം. ഇപ്പോൾ ഒരു പായിട്ട് അപ്പോൾ കിടന്നുറങ്ങാം. ടീം 15 SVR വന്നിട്ടുണ്ട്. ടീം 16 ടെൻസ് വന്നിട്ടുണ്ട്. ടെൻസ് മഫ്ലർ, സൈബ ഈഗിൾ, ഹാർലി ആൻഡ് ടെൻസ് പാരാബോയ്. ടീം നമ്പർ 17 BRTHൻ്റെ ലൈനപ്പ് വന്നിട്ടുണ്ട്. BRTHൻ്റെ വിഷൻ, ടെട്ര ആൻഡ് സ്നാപ്പ്. ആൻഡ് 18 വന്നിട്ടുണ്ട് ലൈനപ്പ് RDXിൽ ടോക്സിക് ആണ് ടീം. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ ടോക്സിക് വാസിസ് ടൈറ്റൻസ് ആയിരുന്നു ഫൈറ്റ് ലാസ്റ്റ്. അപ്പം ഇന്നത്തെ കളിയിലും ടോക്സിക് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ടോക്സിക് ജോക്കർ, RSX ജോക്കർ, വൈപ്പർ എക്സ്ട്രീം, സ്മോക്കർ ജോക്കർ വൈപ്പറും പിന്നെ ടോക്സിക് എക്സ്ട്രീമും. ടീം നമ്പർ 19 സീയുടെ പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. ആസിസും പാട്സ്വർ, മാം ആൻഡ് കിങ്, കിഡ് വെയിറ്റ് ചെയ്യുന്നു. ടീം നമ്പർ 20 AMZൻ്റെ പ്ലേയേഴ്സ് ചെറുത്താൻ, മാഡ്മാക്സ്, ഗ്യാങ്സ്റ്റീർ ആൻഡ് AMZ സോള്. ടീം നമ്പർ 21 RDXൻ്റെ സ്ലോട്ടാണ്. അപ്പോൾ RD മകാച്ചിക്ക് 1 സെക്കൻഡ് താങ്ക്സ്. RD മകാച്ചി ബ്രോ ആണ് റൂം ഒക്കെ ക്രിയേറ്റ് ചെയ്ത. ടീം നമ്പർ 22 ഇലിമിനാറ്റി ഓഫിൻ്റെ കഴിച്ചക്കാൻ ഡെയിനസ് ബാഡ് ബോയ്, റോഗ് ആൻഡ് രാവൺ. 23 ഇവോയുടെ ലൈനപ്പാണ്. അവരും ഇവോ, ഹിപ്പ്, ബെർലിൻ, ഹീറ്റ് ആൻഡ് ഓൾഫ് വന്നിട്ടുണ്ട്. 24 ടൈറ്റാൻസ് കഴിഞ്ഞ കളികളുടെ ഡിന്നർ ടീം, സ്ലോ ആൻഡ് സ്റ്റഡി പേസ് ടീമാണ്. അതിപ്പം നല്ലൊരു റിക്രൂട്ട് ചെയ്ത് പ്ലേയേഴ്സിനെ കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം AG റോക്കി, ടൈറ്റൻസ് ആരോൺ, ടൈറ്റൻസ് ന്യൂബോട്ടാണ് ഇന്നത്തെ കളിയിലെ ദ മോൺസ്റ്റർ. ആൻഡ് കർമാസുരനും Kills Armotius plus tactic.
മ്യൂബോട്ടിൻ്റെ നോക്കാം. 4 പോയിന്റ് നൈസ്. സോളോ ഡിവോയും 4 പോയിന്റ്. ഇവോക്സ് ഹിപ്പ് ബിഗ് ഫാൻ. ഇവോക്സ് ഹിപ്പ് ഇതാ ഹിപ്പിൻ്റെ കേടിയാവണോ? എൻ്റെ പൊള്ളി 518 മാച്ച്. എന്നെക്കൊണ്ട് പറ്റത്തില്ല കേട്ടോ. ഞാൻ ആകെ 200 200 40 മാച്ചുകളുടെ കളിച്ചിട്ടുള്ളൂ. സമയം 8:30. എൻ്റെ ഏത് നിമിഷം ഗെയിം സ്റ്റാർട്ടായി. ഇപ്പോൾ 73 മെമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം. ആവോക്കിൻ്റെ ലൈനപ്പ് മാത്രമാണ് ഇപ്പോൾ ജോയിൻ ചെയ്തായിരിക്കുന്നത്. ബാക്കി എല്ലാ ടീമും ജോയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് മിനിമം 3 പ്ലേയേഴ്സെങ്കിലും എല്ലാ ടീമിലുണ്ട്. ഇപ്പോൾ 3 പ്ലേയേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ MK7 ബാരത്തി ഓപ്ഷനും ഒഴിച്ച് ബാക്കി എല്ലാത്തിലും മിനിമം 3 പ്ലേയേഴ്സിലുണ്ട്. ബാഡ് ബോയ് പറബോയ് എന്ത് ബോയ് പറബോയ് ഇവോക്സ് ബിഗ് ഫാൻ. ഇവോക്സിൻ്റെ 2 ലൈനപ്പ് നല്ല സെറ്റ് കളിയാണ്. ആൻഡ് BRTHXൻ്റെ 2 ലൈനപ്പും സെറ്റാണ്. ആൻഡ് STയുടെ 2 ലൈനപ്പുണ്ട്. അവർ 2 എക്സ്ട്രീമാണ്. ഹിപ്പ് ഹാക്കറാണ്. നമ്മൾ ഹിപ്പിനെ നമ്മൾ അഡീഷണൽ സ്പെക്ടേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളി ഇവരെ ഹാക്കറാണെന്നുള്ള ഇതൊന്നും കണ്ടില്ല. ആൻഡ് സ്ലോട്ട് 24 ടൈറ്റൻസ്. ടൈറ്റൻസിൻ്റെ നാക്ക് ടൈറ്റൻസ് ഇന്നത്തെ കളിയുടെ ഡിന്നറുണ്ട ടീമാണ്. ഇപ്പോൾ ടൈറ്റൻസിൻ്റെ പഴയ മുഖങ്ങളല്ല. അത്ര അർഷ എന്നല്ല, സുകേഷ് ലാലല്ല. അപ്പോൾ പുതിയ ഒരു മുഖമാണ് ടൈറ്റൻസിന്. കിട്ടുള്ള ഫറവോടൊക്കെ ഔട്ട്ഫിറ്റൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നോക്കാം. മഴ കറണ്ട് ചതിക്കരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി തുടങ്ങുന്നു. കണക്ഷൻ നോട്ട് സ്റ്റേബിൾ. നെറ്റ് പണിതൊന്ന് തുടങ്ങി. നെറ്റ് ലാഗായി തുടങ്ങി. പണിതൊന്ന് തുടങ്ങി. എന്തായാലും വോയിസ് കട്ടായോ? ഹീനും ഹാക്കറാണ്. ഇവോക്സ് നമുക്ക് നോക്കാം. ഹാക്കർ എങ്ങനെ കളിക്കുന്നത്? സ്പീഡ് ഹാക്കറാണോ ബ്രോ, അതോ എയിം ഹാക്കറാണോ? ഏതുതരം ഹാക്കറാണോ? നമുക്ക് എളുപ്പമുണ്ടായിരുന്നു. റീകോയിൽ ഹാക്കർ, എയിം ഹാക്കർ, സ്പീഡ് ഹാക്കർ, ഏത് ഹാക്കറാണെന്ന് നമുക്ക് എളുപ്പമുണ്ടായിരുന്നു. ഇപ്പം പ്ലെയിൻ പാത്ത് നോക്കാം. നോവ ടു ഗത്ക വഴി നേരെ കടലിലോട്ടാണ്. ഇപ്പോൾ MK7 ജോക്കർ മാത്രമേ ഉള്ളൂ. ബാരത്തിയോൺസൺ, ഇക്വേരിയൻ, സർവജിത്, ലോൺ ബ്രൂഫ് 2 പേര് വന്നിട്ടില്ല. ബാക്കിയെല്ലാം ഏകദേശം ഫുൾ സ്കോഡ് ഉണ്ട്. ആൻഡ് ടീം 16 GT മോട്ടൽ മാത്രമേ ഉള്ളൂ. ദ ഓൺ മാൻ. പിന്നെ ബാക്കി സ്കോഡൊന്നും വന്നിട്ടില്ല. ആൻഡ് 14 ടീമിന് 14 ഹാവോ കളിച്ചിട്ടില്ല. 17, 18, 19, 20, 21 ഉണ്ട്. ബാക്കി എല്ലാ സ്കോഡും ഉണ്ട്. ഇപ്പോൾ 24 ടീമുകളുണ്ട്. അതിൽ 2 ടീം സിംഗിളാണ്. സിംഗിൾ പസംഗ പാരൊക്കെ ചാടി നോക്കാം. അയ്യോ മറന്നുപോയി. GT മോട്ടൽ മോൺസ്റ്ററാണ് ബ്രോ, മോൺസ്റ്റർ. ആൻഡ് ടൈറ്റൻസ് ചാടി, ഇവോ ചാടി, TKS ഡീമൺ ചാടിയിട്ടുണ്ട്, ജമ്പ് ചെയ്തിട്ടുണ്ട്. ടീം ST ഇവോടെ സെക്കൻഡ് ലൈനപ്പ് BRTHX, SCR ജോക്കർ, MK7 MK7 നെല്ല് കേട്ടോ. ST അതിൽ എയിം ഹാക്കറാണ്. അതിൽ എയിം ഹാക്കർ നോക്കാം ബ്രോ. അവിടെ ST പറഞ്ഞു തീർന്നില്ല. ST അതിലത്തെ അവിടെ പൊരിഞ്ഞ ST 76 ബോട്ട് MTX പണി തുടങ്ങി. അടുത്ത BRTHX. എൻ്റെ പൊന്ന്, SCR മാഡിനോട് ഫിനിഷാക്കി. മുണ്ടി അതിൽ SCR ജിന്നിനെ എടുത്തു. മുണ്ടി അത് BRTHX ടെട്രേനെ ഫിനിഷാക്കി. എന്താ സംഭവിക്കുന്ന ഒരു ഐഡിയ അല്ല.
ST 4 കിലോ ഒരു സ്കോഡിനാണ് വന്നിറങ്ങി SVRൻ്റെ സെക്കൻഡ് ലൈനപ്പിനെ വൈപ്പാക്കി. മൊണ്ടി അതിൽ അതിൻ്റെ ST അതിൽ ഇവോ ഇവിടെ ലൈനപ്പ് ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. അടുത്ത സെക്കൻഡ് ലൈനപ്പ് ഇവിടെ 2 ലൈനപ്പ് 2 അടുത്തടിക്കില്ലേ. നല്ല പിങ്ങുണ്ട്. അയ്യോ നെറ്റ് സീനാണെന്ന് തോന്നുന്നു. നെറ്റ് സീനാണ്. ST അതാ ഇവോ ഹീനെ എവിടെ എടുത്തു. നെറ്റ് നല്ല സീനാണ്. ടൈറ്റൻസ് അവിടെ സ്ട്രീം കണക്ഷൻ ഇസ് നോട്ട് സ്റ്റേബിൾ. പണിപാളി. നല്ല പെങ്ങി കയറി ഗെയിംസ്. ഇവിടെ പൊരിഞ്ഞ പരടങ്ങളൊക്കെ ഒന്നും കാണാൻ ഒരു നിവൃത്തിയില്ല. നെറ്റ് സീനായി തോന്നുന്നു. സ്ട്രീം കണക്ഷൻ ഇസ് നോട്ട് സ്റ്റേബിൾ. ഓളെ കുറച്ചേ ആൻഡ് ST സ്ട്രീം കണക്ഷൻ ഇസ് നോട്ട് സ്റ്റേബിൾ. സ്ട്രീം തേഞ്ഞു. അപ്പോൾ ST ഈ കേസ് ആയത് ഗെയിം ലൂസ് ചെയ്ത ST സൈനെ കൺഫേം ആക്കിയിട്ടുണ്ട്. എന്തായാലും തൊട്ടടുത്ത് തന്നെ NGS ഉണ്ട്. എന്തായാലും പിങ്ങി കയറി മൊത്തം ലൈവും തേഞ്ഞു. SVR നോക്കാം. പ്രൊഫഷണൽ NGS ഉണ്ട്. എന്തായാലും SVR 10.27 and നെറ്റ് നല്ല സീനാണ്. അതുകൊണ്ടാണ് ഈ ലൈവ് തേഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഗെയിം പ്ലേയെങ്കിലും റെക്കോർഡ് ചെയ്തിടാം. അപ്പോൾ ഡേഞ്ചറസ് മാൻ എന്ത് കട്ട ശോകമാണ് ബ്രോ. SVR വെനം. നെറ്റ് ശോകമാണ്. എന്തായാലും ഊന്ന് കേൾക്കാൻ പറ്റുന്നില്ല, ഊന്ന് കാണാൻ പറ്റുന്നില്ല. ജസ്റ്റ് മൊബൈൽ ഡാറ്റ ആക്കി കഴിഞ്ഞാൽ നോക്കാം. അപ്പോൾ ഇവിടെ THX SVR ഫൈറ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കാം കോച്ചിങ്ങിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 22 ടീം 3 സ്കോഡുകൾ വൈപ്പായിട്ടുണ്ട്. എന്തായാലും SVRൻ്റെ BATHSൻ്റെ ഒരു സ്കോഡ് വൈപ്പായി. വിഷൻ ടെട്ര വരുന്നത് ടോക്സിക് എക്സ്ട്രീം രാവൺ എടുത്തിട്ടുണ്ട്. അവിടെ ടോക്സിക് വേറെ ടോക്സിക് ടീം നമ്പർ 18 വേറെ ടീം നമ്പർ 18 വേറെ എവിടെയാണ് ടീം നമ്പർ 18? ആ ഡ്രോപ്പിനടുത്താണ്. ഇവിടെ ഇലുമിനാറ്റി ഓഫ് ടോക്സിക്കാണ്. TJനോട് ഒളിച്ചിടപ്പുണ്ട്. റോഗൻ നോക്കായി. റോഗിനെ അടിച്ചിട്ടു. ഉഷാക്കു നോക്കാം. ഒന്നിച്ച് ഉഷാക്കുന്നുണ്ട്. ബാഡ് ബോയ് ആണ്. ഇപ്പോൾ ഇലുമിനാറ്റി ഓഫിനെ വൈപ്പാക്കി ഇവിടെ ഇത് തോന്നും. അവിടെ ST വേഴ്സസ് SVR വേഴ്സസ് BATHS ഫൈറ്റ് ഇടുന്നിടയ്ക്ക് വിൽക്യാഷൻ നോക്കായത് അവിടെ SVRനെ ഫിനിഷാക്കി വിട്ടു. അടുത്ത ടൈറ്റൻസ്
ടൈറ്റൻസ് ഓഫ് ഈവോ ഫൈറ്റർ. ഓ എൻ്റെ പൊന്ന്. ടൈറ്റൻസ് ഓഫ് ഈവോ ഫൈറ്റാണ്. അയ്യോ, ടൈറ്റൻസ് ഓഫ് ഈവോ ഫൈറ്റാണ് നടന്നത്. ടൈറ്റൻസ് ഫിനിഷ് ആയിട്ടുണ്ട്. പുല്ല് സ്പെക്കേം വന്നപ്പോഴേക്കും എല്ലാം പോയി, കയ്യിൽ നിന്ന് പോയി. ഇവോ ഹീനാൻ, ഇവോ വുൾഫ് നോക്കായി കിടപ്പുണ്ട്. ഇവോ ഹിപ്പ് ആൻഡ് ബെർലിൻ മാത്രമേ അലവായിട്ടുള്ളൂ. ടൈറ്റൻസിന് അവർ ടൈറ്റൻസ് കൺഫേം ആയിട്ടില്ല. AG റോക്കി ആൻഡ് താരദാസനാണ് ഫിനിഷ് ആയിട്ടുള്ളത്. ആൻഡ് മീബോട്ട് ആരോട് ഇപ്പോഴും അലൈവാണ്. നോക്കാം. പിങ് എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ സ്ട്രീം വീണ്ടും സ്ട്രീം ചെയ്യുമ്പോൾ പിങ് ആവുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല. ഇതപ്പോൾ ടൈറ്റൻസിന് ആരോൺ ആൻഡ് മീബോട്ടുണ്ട്. ഇപ്പം ഇതിനിടയ്ക്ക് കുറേ സംഭവവികാസങ്ങൾ നടന്നു. ഇലുമിനാറ്റി ഓഫിനെ BRTHX എടുത്തു. SPRനെ പോച്ചിങ്ങിലിട്ട് ഇവോക്സ് BRTHXിൻ്റെ ഇവോക്സാണ് എടുത്തത്. ഇവോയുടെ ഈ ലൈനപ്പ് എടുത്തു. ST ഷിൻഷാദ്, ST ഷാഹിൻ മക്കൾ ഷിൻഷാദ്. അപ്പോൾ STയുടെ ലൈനപ്പിനെ അവിടെ കൺഫേം ആക്കി ഇവോ. അടുത്ത ടൈറ്റൻസിൻ്റെ പ്ലേയേഴ്സ് ഉണ്ട്. ഇവിടെ ഇവോ ടൈറ്റൻസ് ന്യൂ ബോട്ട് അടുത്ത് തന്നെയുണ്ട്. മോൺസ്റ്റർ കഴിഞ്ഞ കളിയിലെ കിങ്. ഓ മീബോട്ട് ഇവ ഹിപ്പിനെ എടുത്തു. ടൈറ്റൻ ഫിനിഷ് ആയിട്ടുണ്ട്. എന്തായാലും നെറ്റ് സീനാണ്. ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡിങ് മാത്രമേ അലേ ഓപ്ഷൻ ആയിട്ടുള്ളൂ. ഇപ്പോൾ ടീം നമ്പർ 3 ബോനെ നോക്കാം. ഇപ്പം സ്ട്രീം കണക്ഷൻ എന്താ സ്റ്റോപ്പ് ചെയ്ത മര്യാദത്തുള്ളൂ. അപ്പം ലൈവ് റെക്കോർഡ് ഇടേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ലൈവിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഘട്ടശോകം കമ്മ്യൂണിറ്റി ആഗ്രഹം കുഴപ്പമില്ല. ജസ്റ്റ് ഗെയിം സ്പെക്ടേറ്റ് ചെയ്തിടാം. ഇത് നടക്കുകയുള്ളൂ. ഇത് NGX അലക്സാണ്ടറുടെ പാസ്സായി നിൽക്കുന്നു. അടി നടക്കൂടെ ബ്രോ. പുറത്ത് NGX തണുത്ത TKSയുടെ ഡീമനെ എടുത്തു. ഡീമൻ ലുസർ നോക്കാം. ഡീമൻ ലുസർ ആൻഡ് TKSയുടെ ആയാണ് നോക്കാൻ കിടക്കുന്നത്. ഡീമൻ ലുസർ മാഡ് മാക്സിമം ഫിറ്റ് ആയിക്കൊണ്ട് എല്ലാവരും പല വാക്കിന് നിൽക്കണം. NGX തണുത്ത TKS സ്റ്റിച്ച് ഡീമൻ ലുസറിൻ്റെ അടിയുന്നുണ്ട്. ആവുന്നു. എന്തായാലും ഡീമൻ ലുസർ കയറാൻ പിടിക്കാൻ വേണ്ടി പരിപാടിയാണ് NGX വന്ന് കാണിക്കുന്നത്. മൊണ്ടി അത് STയുടെ ആർമറുടെ ഉള്ള NST അവർ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. സോൺ 3 നമുക്ക് സ്പെക്ട് ചെയ്യാം. ഒരു കില്ലൊന്നും എടുത്തില്ല ഇതുവരെ. ഇപ്പോൾ നോക്കാം. ജസ്റ്റ് ടീമുകളെ വായിച്ചേക്കാം. ഇവോടെ ലൈനപ്പ് ഫിനിഷ് ആയിട്ടുണ്ട്. ടൈറ്റൻസിൻ്റെ മ്യൂബോട്ടാണ് കയറി ഫിനിഷ് ആക്കിയത്. SPRൻ്റെ ലൈനപ്പ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇലുമിനാറ്റി ഫിനിഷായി, BRTHX ഫിനിഷായി, SPR ഫിനിഷായി, STയുടെ ലൈനപ്പ് ഫിനിഷായി. ഇവോടെ 2 ലൈനപ്പ് ഫിനിഷായി. ഇവോടെ 2 ലൈനപ്പ് ഫിനിഷായി. STയുടെ ലൈനപ്പ് ഫിനിഷായി. ടൈറ്റൻസിന് 2 പ്ലെയർ ഫിനിഷായി. മൊത്തം 24 ടീമുകൾ ഇതിൽ 7 ടീം വൈപ്പായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ 54 മെമ്പേഴ്സും പ്രോപ്പറെടുത്തുള്ള കൂട്ടിയാണ്. TNT ഉണ്ട്. അവിടെ തന്നെ RDX ഉണ്ട്. സെറ്റ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഇവിടെ റെഡി ചെയ്യാൻ സാധ്യതയുണ്ട്. SMR ഉണ്ട് അടുത്ത് തന്നെ. TNT
ഫ്ലെയർ ആണ്, ഫ്ലെയർ വിളിച്ചതാണ്. SMR അടുത്തന്നെ TN ഉണ്ട്, SMR ഉണ്ട്, RDX ഉണ്ട്. റെഡ് ബുൾ ക്യാപ്റ്റൻ ചന്ദ്രു എക്സ്പ്ലോറർ കണ്ടു. എക്സ്പ്ലോറർ കഴിയുന്നുണ്ട്. എക്സ്പ്ലോറർ ക്യാപ്റ്റൻ ചന്ദ്രൻ അടിച്ചിട്ടു. ക്യാപ്റ്റൻ ചാർലി അടിച്ചിട്ടു. അവിടെ നിന്ന് SPT മുകളിൽ നിന്ന് SMR അടിക്കുന്നുണ്ട്. അതിൽ SPTയുടെ പ്ലെയർ അവിടെ കൺഫേം. റെഡ് ബുൾ ഇതാ ആടി മാക്കാച്ച് ബ്രൂയിഷാർ. അപ്പോൾ RDXൻ്റെ പ്ലെയർ അവർക്ക് ഫിനിഷ് ഇതായി. സൈബാരിക്ക് ഇതെവിടെ ടോക്സിക് വാസ് ടെൻസ് അവിടെ ഫൈറ്റ് ചെയ്യണം. മതി ടോക്സിക് വാസ് ടെൻസിൻ്റെ ജോക്കർ എടുത്തു. RDX അല്ല, ഹാർലി. മ്യാരകം. ഇപ്പോൾ ടോക്സിക് എക്സ്ട്രീം ഒറ്റയ്ക്ക് നിന്ന് ഒരു രക്ഷയില്ല. ടോക്സിക് എക്സ്ട്രീം 5 കില്ല്. എൻ്റെ അമ്മേ. ഇതാ ഓരോ പ്ലെയറായിട്ട് റിവൈവ് ചെയ്യാണ്. അവർ ജോക്കറും സ്മോക്കറും നോക്കാൻ കിടപ്പുണ്ട്. ടോക്സിക് എക്സ്ട്രീം വൈപ്പർ ടോക്സിക് ഫിനിഷായി. എവിടെ SMR ഡ്രോപ്പിൻ്റെ അടുത്തുള്ള SM നോക്കാം. ഇതാ ST അതുൽ അവിടെ ഒരു ഫിനിഷ് ആരെ അടിച്ചിട്ടൊരു ഇതാണ് വന്നത്. ക്യാപ്റ്റൻ ചന്ദ്ര അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എന്തായാലും ക്യാപ്റ്റൻ ചന്ദ്ര റിവൈവ് ചെയ്യാൻ പറ്റാതെ ഫിനിഷായി. ഇത് SMR പുഷാക്കിയിട്ടുണ്ട്. അവിടെ ക്യാപ്റ്റൻ ചാർലി ഇത് ഒറ്റയ്ക്കേ ഉള്ളൂ. SMR ഉണ്ട്, അപ്പുറത്ത് RDXും ഉണ്ട്. RDXന് എക്സ്പ്ലോറർ പുഷാക്കാൻ നോക്കി. SPTയുടെ എല്ലാവരും ഒന്നിച്ച് പുഷാക്കോട്. അയ്യോ 2 പേരെ പ്ലെയർ നോക്കാണ്. SMR നോക്കാണ്. 3 പ്ലെയർ റെഡ് ബുൾ കൺഫേം ആക്കി. ഇനി ക്യാപ്റ്റൻ ചാർലി മാത്രമേ ഉള്ളൂ. റെഡ് ബുൾ പുഷാക്കണമെന്ന് തോന്നുന്നു ക്യാപ്റ്റൻ ചാർലിനെ. ഒരു രക്ഷയിൽ MK40 വെച്ച് മാരകടിയായിരുന്നു. ഓരോരുത്തരായിട്ട് തീർത്തു. ഇതാ ടോക്സിക് അവിടെ മാഡിനെ കൺഫേം ആക്കിയൊരു മാഡിനെ ഫിനിഷിക്ക് കൺഫർമേഷൻ ആണെന്ന്. റെഡ് ബുള്ള് തന്നെ കയറി ക്യാപ്റ്റൻ ചാർലിൻ്റെ അടുത്ത് MK40 വെച്ചപ്പോൾ ഒരു രക്ഷയില്ല. മാരാ കളി. ഒറ്റയടിക്ക് 4 സ്ക്വാഡ് വൈപ്പായിട്ടുണ്ട്. എന്തായാലും STയുടെ നോക്കാം. ST അതുലിനടുത്ത് തന്നെ ടീം അമിഗോസ് ഉണ്ട്. ST അതുൽ മിക്കോസിൻ്റെ പ്ലെയറിനായിരിക്കും അവരെടുത്തു. മിസ്റ്റർ ഫൈനെ കണ്ടു. മിസ്റ്റർ ഫൈ MK40 ഉണ്ട്. വൈഡ് ഗ്ലിച്ചിനെയും ഷ്രൗഡിനെയാണ് എടുത്തു. മിസ്റ്റർ ഫൈ MK14 ഞങ്ങൾക്ക് ഡ്രോപ്പ് ഒരുപാട് കിട്ടി. ഡ്രോപ്പ് വെപ്പണൊക്കെ ഉണ്ടല്ലോ. മിസ്റ്റർ ഫൈ ST അതിൽ ചാടി. എന്തായാലും എന്താണ് നോക്കാം. സിറ്റുവേഷൻ കറങ്ങി വരൂ. 2 പ്ലെയർ. മിസ്റ്റർ ഫൈ ST അതുലിനെ എടുത്തു. ST77 ബോട്ടിനെ എടുത്തു. എൻ്റെ കുര്യാക്കോസ് ജോൺ കൺഫേം ആക്കാൻ വേണ്ടി വരുമെന്ന് തോന്നുന്നു. STയുടെ 2 പ്ലെയർ ഓടി വരുമ്പോഴേക്കും മിസ്റ്റർ ഫൈ കൺഫേം ആക്കാൻ അറിയാം. MK14 സോൺ ആയിക്കൊണ്ടിരിക്കുന്നു. STയുടെ മറ്റ് 2 പ്ലെയർ വന്നു. മൊണ്ടി അതിൽ 2 ആർമർ ഡബിൾ. മൊണ്ടി അതെല്ലാം. എൻ്റെ മോനെ. മൊണ്ടി അതിൽ നോക്കാക്കി. കുര്യാക്കോസ് ജോണിനെ ആർമർ ഡബിൾ എടുത്തു. ST രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. റൂട്ട് ബാക്ക്. ആൻഡ് NGS RDX അടുത്തടിയാണ്. NGS RDX മാക്കാച്ചിയോട് നോക്കായി കിടപ്പുണ്ട്. മാക്കാച്ചിനോട് കൺഫേം ആക്കി. സ്റ്റിച്ച് നോക്കാൻ കിടപ്പുണ്ട്. റെഡ് ബുള്ള്
ഓ അടുത്ത പ്ലെയറിനെ നോക്കാക്കി കൺഫേം ആക്കാൻ നോക്കാം. കൺഫേം ആക്കി. റെഡ് ബുൾ നന്ദു മാത്രമേ ഉള്ളൂ. NGSന്റെ നന്ദു മാത്രമേ ഉള്ളൂ. റെഡ് ബുൾ തന്നെ 2 കിലോ എടുത്ത നന്ദു മാത്രമേ ഉള്ളൂ. TPP ഒക്കെ എടുത്ത് നിൽപ്പുണ്ട്. FPP ഒക്കെ എടുത്തിപ്പുണ്ട്. ലാറ ക്രോഫ്റ്റ് ആൻഡ് റെഡ് ബുൾ. MK40 വെച്ച് എത്ര കില്ലായിരുന്നേ. ഇപ്പം ലാറ ക്രോഫ്റ്റ് ഫ്ലാങ്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും കറങ്ങിയടിക്കുള്ള പരിപാടിയാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? നന്ദൂരെ ലാറ ക്രോഫ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ NGSന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. 4 സ്കോഡ്, അതിൽ തന്നെ 8 കില്ല് റെഡ് ബുളിന്. എൻ്റെ മോൻ മാരകളി മാരകം പറഞ്ഞാൽ വെറും മാരകമല്ല. ടൈറ്റൻസിൻ്റെ 2 പ്ലേയേഴ്സ് കഴിഞ്ഞ ഡിന്നർ ടീം അവർ നൈസായിട്ട് ഫോണിലേക്ക് കയറി സെറ്റായി നിൽപ്പുണ്ട്. നൈസ് വഗി സ്കിൻ കൊള്ളാം പൊളിസാണ്. ആൻഡ് ലാറ ക്രോഫ്റ്റ് നമ്പർ 3 BATHSന്റെ കാസ്പർ. അവർ ഇപ്പോഴും ഫുൾ സ്കോഡ് ഉണ്ട്. ബോനോ, റോണോ, കാസ്പർ ആൻഡ് വിൽഗാക്സ്. MGSന്റെ അടുത്തുള്ള ST അടുത്തുള്ളത് MGS പോയിട്ടുണ്ട്. അല്ല STയിലെ Cയുടെ അടുത്തൂടെയാണ്. സി പറന്നു ജോക്കർ. ടോക്സിക്കിൻ്റെ ഫുൾ സ്കോഡുണ്ട്. എക്സ്ട്രീമാണ്. ടൈറ്റൻസ് ആരും BATHS ടൈറ്റൻ ഫൈറ്റ് നോക്കിയത്. പറഞ്ഞു തീർന്നില്ല. BATHസിന് ദൂരേന്ന് അടിക്കുവാണ്. കവറെടുത്ത് എന്തായാലും ഹൃദയുള്ളൂ. ദൂരം നീക്കൊണ്ട് കാണാം. അവരുടെ അടുത്തു നിന്നുള്ള ഒരു ശ്രദ്ധ മാറ്റാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. BATHS സീക്കിക്ക് സീ മാമ്പേന സ്വന്തം പ്ലെയറിനോ അവിടെ ലാസ്റ്റ് BATHS അവിടെ ബാക്കിൽ ഫ്ലാങ്ക് ചെയ്തു. RDX വന്നു. അയ്യോ, റെഡ് ബുളിനെ ടൈറ്റൻസ് ആരോൺ എടുത്തു. ബോനോ വേഴ്സസ് ടൈറ്റൻസിൻ്റെ ആരോണാണ് ഇപ്പോൾ പൊസിഷൻ. എന്താ ബോനോ നോക്കാക്കിയിട്ടുണ്ട്. എന്തായാലും കാസ്പർ ഓടി വരുന്നുണ്ട്. കാസ്പറെ നോക്കാക്കി. മീബോട്ട്, വിൽഗാക്സ് ആൻഡ് റോണോ. ടൈറ്റൻസിന് ആരോൺ അവിടെ. കാസ്പർ നോക്കാണ്. വിൽഗാക്സ് RDX അവിടെ ബാക്കിൽ കുത്തുമെന്ന് വിചാരിച്ചില്ല. ബോനോ ടീമിൻ്റെ അടുത്ത് നിന്നുള്ള ശ്രദ്ധ മാറ്റാണ് നോക്കിയത്. കാസ്പറോടെ നോക്കാൻ കിടപ്പുണ്ട്. ടൈറ്റൻസ് ആരോൺ ആൻഡ് ടൈറ്റൻ മീബോട്ട്. കാസ്പറിനെ എടുത്തു. റോണോ ആൻഡ് വിൽഗാക്സ് മാത്രമേ ഉള്ളൂ. ആരോൺ നല്ല വൃത്തിക്ക് സ്പ്രേ വരുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ. BATHS ബോനോക്ക് നല്ല വൃത്തി കിട്ടി. നല്ല ലിറ്റ് കിട്ടി. ഇപ്പോഴും 10 ടീം 21 മെമ്പേഴ്സും പെർ സ്കോഡ് 2 പ്ലെയർ. എല്ലാം ഡുവോ ആണ്. ആ സ്കോഡ് ഇല്ലെങ്കിൽ ഫുൾ സ്കോഡ് AMSയുടെ മാത്രമാണ് ഫുൾ സ്കോഡ്. മീബോട്ട് BATHS മീബോട്ട് ഒരു രക്ഷയില്ല. നോക്കട്ടെ, മാരക സ്പ്രേ 4 കില്ല്. AKM വെച്ച് എങ്ങനെ സ്പ്രേ ചെയ്യുന്നു? ടോക്സിക് എക്സ്ട്രീം മാഡസ്റ്ററിനെ അവിടെ എടുത്തു. അവിടെ മാഡിനെ കൺഫേം ആക്കി. അപ്പോൾ കറങ്ങി കയറുള്ള പരിപാടിയാണ്. എന്തായാലും ഒരാളുടെ വെള്ളത്തിലൊക്കെ എന്താ കാണിക്കുന്നുണ്ട്. ഡ്രോപ്പ് നോക്കാൻ എന്താണ് ഡ്രോപ്പ്. M249 ആണ്. M249 RDX എൻ്റെ മോനെ ഒരു രക്ഷ. ജോക്കർ അവിടെ നിന്ന് മാർഗ സ്നൈപ്പിങ്ങാണ് തോന്നുന്നു. ടോക്സിക് എക്സ്ട്രീമിന് ജോക്കർക്ക് AW ഒക്കെ പിടിച്ച് മാർഗ സ്നൈപ്പിങ്. STയുടെ ഒരു പ്ലെയറെ 2 പ്ലെയർ നോക്കാക്കി. STയുടെ ഒരു ആർമർ ഡബിളിനെ നോക്കാക്കി. ST മൊണ്ടി അതിൽ ആർമർ ഡബിൾ മാത്രമേ ഉള്ളായിരുന്നു തോന്നുന്നു ലാസ്റ്റ് ഒരു ഫൈറ്റിൽ. ടോക്സിക് പുഷാക്കുമെന്ന് തോന്നുന്നു STനെ. ദൂരെ ഫോണിലോട്ട് പോകുന്നുണ്ടോ?
ടൈറ്റൻസ് വെയിറ്റ് ചെയ്യാണ് BRTHXനെ. ഇങ്ങനെ നോക്കാം, അവർ വലിഞ്ഞു. ടൈറ്റൻസിനെ ഉപയോഗിക്കാതെ അവർ വലിഞ്ഞു. 2 പിള്ളേർ നഷ്ടമായി. നമ്പർ 2 ബാരത്തിയോൺസ്. ഒരു റിസ്ക് കൊടുക്കുന്നുണ്ട്, പയ്യെ കളിക്കുന്നു. നെക്ഫ്യൂരി ആൻഡ് സർവജിത്ത്. ഞങ്ങൾ ഡിന്നർ കൊണ്ടേ പോകും. 19 പ്ലെയർ ടീമും അല്ല 19 പ്ലെയർ 9 ടീം. സി മാമ്പേനെ സിയുടെ പ്ലെയർ തന്നെയാണ് നേരിട്ട് കൊന്നേന്ന് തോന്നുന്നു. സി ടോക്സിങ്ങിനെ തൊട്ട് താഴെ സി ഉണ്ട്. പാർട്ടിവൽ ആഡിയസ് ജോക്കർ ടോക്സിക് എക്സ്ട്രീമിനോടെ നോക്കാക്കിയിട്ടുണ്ട്. എന്തായാലും പാർട്ടിവൽ ടോക്സിക് ആഡിയസ് ടോക്സിക് ജോക്കർ ഫിനിഷാക്കി. എക്സ്ട്രീമിനാണ് പാർട്ടിവൽ അടിച്ചിട്ടത്. ഇപ്പോൾ ജോക്കർ അവിടെ കൺഫേം ആക്കി ടോക്സിക്കിനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. മൊണ്ടിയതുൽ ആൻഡ് ആർമർ ഡെവൽ ഇവോക്സിൻ്റെ BRTHൻ്റെ ലൈനപ്പിൻ്റെ അടുത്തുള്ള കറങ്ങി കളിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ എനിമികളുണ്ട്. സോൺ ചുരുങ്ങി ജോർജ് പോളിട്ട് വന്നേക്കാണ്. എല്ലാവരും ഒരു മൂലയ്ക്ക് ഏകദേശം കൂടിയിട്ടുണ്ട്. എന്തായാലും അവിടെ എന്ത് വേണം നടക്കാം. AMZ ഇപ്പോഴും ഫുൾ സ്കോറാണ്. നല്ല അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷെ എന്തോ നമുക്ക് അറിയത്തില്ല. ഇതുവരെ ആരും പുഷ് ചെയ്യാൻ പോയിട്ടില്ലെന്ന് തോന്നുന്നു. നോക്കാം. ഫോണിലെ വേണ്ട. അപ്പോൾ 8 ടീം എങ്ങും നിശബ്ദത. എന്ത് വേണമെങ്കിലും സംഭവിക്കും. 17 മെമ്പേഴ്സ്, 8 ടീം. പെർ ടീം 2 മെമ്പേഴ്സ്. ആര് വേണമെങ്കിലും BRTHൻ്റെ ഭാഗം BRTH ഒരു ലോഡ് ബിൽഗാക്സിനെ ബോനോ നല്ല രീതിക്ക് സ്പ്രേ ചെയ്യുന്നുണ്ട്. ഇത് ആർമർ ഡബിൾ ആൻഡ് മൊണ്ടി അതിൽ അടുത്ത് തന്നെയുണ്ട്. ആർമർ ഡബിളിൻ്റെ ഇരിക്കുന്നത് നമ്മുടെ മിസ്റ്റർ ഫൈഡ് എന്ന MK40 ആണ്. സോ ടോക്സിക് MK ജോക്കറിനെ അയ്യോ നല്ല സൂപ്പർ പുകയ്ക്കണ്ടോന്ന്. സ്മോക്കർ തീർത്തു. ടോക്സിക് ഒരു രക്ഷയില്ല. 16 കില്ല്. അതൊന്ന് റഷ് ചെയ്ത് കളിച്ചല്ല, അവർ വന്ന ടീമിനെ ബുദ്ധിപൂർവ്വം അവർ കൊല്ലുകയാണ് ചെയ്യണത്. മാരക റഷൊന്നും അല്ലായിരുന്നു. അവർ AMZ എടുത്ത് തന്നെയുണ്ട് എല്ലാവരും. ഇപ്പോൾ 16 പ്ലേയേഴ്സ്. BRTH റോണ ജോക്കറെ ലാസ്റ്റ് സോണിൽ സ്നൈപ്പ് ചെയ്ത് ടോക്സിക് ജോക്കറിനെ അടിച്ചിട്ടു. മീബോട്ട് ടോക്സിക് എക്സ്ട്രീമിനെ അടിച്ചിട്ടു. ടോക്സിക് 2 പ്ലെയർ നോക്കാണ്. സ്മോക്കർ മാത്രമേ ഉള്ളൂ ഇനി തോന്നുന്നു. ജസ്റ്റ് ആർമർ ഡബിൾ എടുത്തിട്ടുണ്ട്. ആർമർ ഡബിൾ നല്ല ലെറ്റ് വരുന്നുണ്ട്. കാര്യം ഇവിടെ നിന്നൊക്കെ അടി വരുന്നുണ്ട്. ഇത് സ്മോക്കർ എങ്ങനെയെങ്കിലും റിവൈവുള്ള തൊത്രപ്പാടിലാണ്. ബുദ്ധി കൊണ്ട് ചാടി കയറിയ ഗ്യാപ്പ് നോക്കി. സ്മോക്കർക്ക് നല്ല ഇതിൽ നല്ല ബുദ്ധിപരമായി കയറി എന്തായാലും ടീമേറ്റിനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. എന്തായാലും 15 പേര്, 7 ടീം, എല്ലാം ഡിവോ. AMZൻ്റെ ഗ്യാങ്സ്റ്റർ ഐവിനെ ഇവിടെ നേരിട്ട് നോക്കാക്കിയിട്ടുണ്ട്. ബാരത്തിയോൺസ് പുഷാക്കുവാണ്. എന്തായാലും
സർവജിത്ത് നോക്കായി ബാക്കിലോട്ടുള്ള പുഷാക്കി. ടൈറ്റൻസ് മീബോട്ടിന് ആടി ജോക്കർ അവിടെ ടോക്സിക് ജോക്കർ ഇവിടെ പൊരിച്ച പോരട്ടോ എന്ന് നെക്സൂരി ഫിനിഷായ എയിമസർ സോൾ എയിമസർ ഫിനിഷ് എയിമസർ ചെകുത്താനും എയിമസർ മാക്സ് മാത്രമേ ഉള്ളൂ. എയിമസർ ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ 5 ടീം എൻ്റെ മുന്നോട്ട് പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. ടൈറ്റൻസിൻ്റെ മ്യൂബോട്ട് ആണ് അടിച്ചിട്ടത്. ടോക്സിക്കിൻ്റെ ഇപ്പോൾ ടൈറ്റൻസ് ടോക്സിക് എസ് ടി ഫുൾ അല്ല 2 പേരുള്ളൂ. ST BRTHS 4 പൊളപ്പൻ ടീമും അതിൻ്റെ കൂടെ നമ്മുടെ GT മോട്ടോർസ് സാറും. 4 ടീമിൽ ഡുവോ മെമ്പേഴ്സ് ഉണ്ട്. 4 പൊളപ്പൻ ടീമുകൾ അതിൻ്റെ കൂടെ നമ്മുടെ GT സാർ മാത്രമുണ്ട്. ടൈറ്റൻസ് ടോക്സിക് മോട്ടൽ എന്താ പെട്ടിയിലാക്കി. ഇല്ല, പെട്ടിയിലായില്ല. ടൈറ്റൻസ് ആരോണ് മൊണ്ടി അതിൻ്റെ അടി വരുമോ നോക്കാം. ടോക്സിക് ടൈറ്റൻസ് ആരെന്ന മൊണ്ടി അതിനെ നോക്കിയിട്ടുണ്ട് അവിടെ. സോളോട് കേരളം ഒറ്റപ്പാടിൽ മൊണ്ടി അതിനെ STനെ അവിടെ കൺഫേം ആക്കി. ടൈറ്റൻസിൽ ആരോ ഇനി 4 ടീമുകൾ മാത്രം. BRTHX ബിൽഗാക്സ് ആൻഡ് റോനോ ടോക്സിക്കിനെ പുഷാക്കുന്നുണ്ട്. എന്തായാലും ടൈറ്റൻസ് മ്യൂബോട്ട് 5 ആരോൺ 5 2 പേരുടെ മാറി കൊലപാതകം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 4 ടീമുകൾ നിശബ്ദത ഭേദിക്കാൻ ആരുണ്ട്? എല്ലാം ടീം 3 ഡുവോ ആൻഡ് 1 സിംഗിൾ പ്ലെയർ. GT മോട്ടറിൽ സോണി കയറിയോ? സോണി കയറി തോന്നുന്നു. GT മോട്ടർ സോണി കയറി. ടൈറ്റൻസ് BRTHS ടോക്സിക് ഡിന്നറുണ്ടോ? ടൈറ്റൻ്റെ മുന്നേ അല്ലേ വിൽഗ്യാസ് കിടക്കുന്നത്, പാമ്പ് കിടക്കുന്നത്? അല്ല, വ്യൂ ഇല്ല. സോണിലാണ് എല്ലാ ടീമുകളും. നിശബ്ദത ഭേദിക്കാൻ ആരുമില്ല. ആര് പിടിക്കും? ആര് ഡിന്നർ അടിക്കും? ഇത് സ്മോക്കർക്ക് നല്ല ലിറ്റ് കിട്ടിയിട്ടുണ്ട് തോന്നുന്നു. മ്യൂബോട്ടിനെ വിൽഗാക്സ് അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. വിൽഗാക്സ് മ്യൂബോട്ട് നോക്കാക്കി. അപ്പോഴേക്കും എന്താ ആരോണ് സ്മോക്ക് ഇട്ടു, കവർ എടുത്തു. റിവൈവ് ചെയ്യുന്നുണ്ട്. ബോയനോട് ഒരു നീട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ടാണ് പൊട്ടിയത്. ലൈവില്ലാത്തതിന് പ്രശ്നമില്ല. പൊസിഷൻ അറിയാൻ പറ്റത്തില്ല, ഏതൊക്കെ പ്ലെയർ എവിടെയാണെന്നോ ആർക്കും പേടിക്കേണ്ട. The one-man army GT and Toxic Titans Vilgax. The zone ചുരുങ്ങി വരുന്നുണ്ട്. എന്തായാലും എന്തുവേണം സംഭവിക്കാം. The GT മോട്ടോയുടെ സ്മോക്ക് ഇട്ട് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. ടൈറ്റൻസ് ആരോണെന്ന് നോക്കാം. GT മോട്ടോറിന് നല്ല ലെറ്റ് വരുന്നുണ്ട്. തൊട്ട് ബാക്കിൽ മോൾട്ടോവ്. GT മോട്ടറിൽ സ്മോക്കുകളൊക്കെ വാരി എറിയുന്നുണ്ട്. എന്തായാലും സോണ് എൻ്റെ സോണായെന്ന് തോന്നുന്നു. എൻ്റെ സോണാണ്. 2 OP നീട്. എൻ്റെ മോനെ, നിശബ്ദതയ്ക്ക് എൻ്റെ മിക്കവാറും ഹീൽ ബാറ്റിലോ എന്തെങ്കിലും ആവേണ്ടി വരും. ടൈറ്റൻസ് ആരോൺ ലിറ്റ് കിട്ടി. അവിടെ കയറാൻ ശ്രമിച്ചു. GT മോട്ടറിനെ
ടോക്സിക് എടുത്തു. എന്തായാലും കവർ എടുക്കാൻ നോക്കിയാണ്. ടൈറ്റൻസ് ആരോന്നതാ വിൽഗാക്സ് അത് ടോക്സിക്കിൻ്റെ സ്മോക്കറാണ്. ന്യൂബോട്ട് ജോക്കറിനെ എടുത്തു. ടൈറ്റൻസിനെ എന്തായാലും ഫിനിഷ് ആക്കുന്നുണ്ട്. ടോക്സിക് വേഴ്സസ് BRTHS ആണ്. ഹീറ്റ് ബാറ്റിലാണെന്ന് തോന്നുന്നു. ലാസ്റ്റ് ടോക്സിക് അവിടെ നോക്കാണ്. BRTHS ടോക്സിക് ആണ്. ഹീൽ ബാറ്റിലാണ്. ഹീൽ ബാറ്റിൽ രണ്ട് OP ചറ നീടുകൾ വാരി എറിയുന്നുണ്ട്. ഹീൽ ബാറ്റിലാണ് സാധ്യത. ഒരു OP നീടായിരുന്നു റോനോടെ. പുഷാക്കണം റോനോ. അടുത്തൊരു OP നീടായിരുന്നു. മിക്കവാറും ഹീൽ ബാറ്റിലാണ്. എന്ത് വേണം സംഭവിക്കാം. ലാസ്റ്റ് സോണ് എൻ്റെ സോൺ. ചുമ്മാ സ്മോക്കുകളൊക്കെ വാരി കൺഫ്യൂഷൻ കൊടുക്കുകയാണ്. എയറിനെ പൊട്ടിന്നാണ്. BRTHS ടോക്സിക്. BRTHS ടോക്സിക്. ആ ഡിന്നർ കൊണ്ടുപോകും. ഹീൽ ബാറ്റിലോട്ട് കിടക്കുന്ന മത്സരം. എന്ത് വേണം സംഭവിക്കാം. ആര് വേണം ഡിന്നർ കൊണ്ടുപോകാം. ഹീറ്റ് ബാറ്റിൽ കിടന്നു കഴിഞ്ഞാൽ BRTHS വിൽഗാക്സിനാണ് അഡ്വാൻറ്റേജ് എന്ന് തോന്നുന്നു. കാരണം ഇത് സെൻറ്റർ വിൽഗാക്സ് ആണ്. ഹീറ്റ് ബാറ്റിൽ ആര് ഡിന്നർ. ആരെയും പുഷ് ചെയ്യുന്നില്ല. ലാസ്റ്റ് എൻഡ് സോണാണ്. കുറേ നേരമായി എൻഡ് സോണാണ്. എന്തായാലും എൻഡ് സോണാണ്. സീരിയലിൻ്റെ ബാക്ക്ഗ്രൗണ്ടോടെ കേൾക്കുന്നുണ്ട്. എന്തായാലും കുറേ നേരത്തെ നിശബ്ദത കനത്ത നിശബ്ദത. അതിനിടയ്ക്ക് സീരിയലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. കോപ്പിറൈറ്റ് ചെയ്തെന്ന് ദേഷ്യം എൻ്റെ ഭാഗത്ത് നിന്ന്. കുഴപ്പമില്ല, ഇപ്പോൾ ചാനലൊന്നും വിഷയമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. വിൽഗാക്സ് എന്താണ് കാണിക്കുന്നത് ബ്രോ? ഒരു നോക്ക് വീണ് കഴിഞ്ഞാൽ നിങ്ങളുടെ ടീമിനാണ് വിഷയം. ചിലപ്പോൾ ചാടി ഒരടിക്ക് സാധ്യതയുണ്ട്. സ്മോക്കറിൽ 18 കില്ല്. ജോക്കർ ആൻഡ് സ്മോക്കർ ചാടി പറഞ്ഞെടുക്കണ്ട. ടോക്സിക് വിൽഗാക്സർ നോക്കായി ആൻഡ് ചാടി വിൽഗാക്സർ ഫിനിഷ് ആയിട്ടുണ്ട്. എന്തായാലും റോനോ മാത്രമുണ്ട് ഇനി. റോനോ ആൻഡ് സ്മോക്കർ. എന്താണ് ഉദ്യോഗഭരിതമായ നിമിഷങ്ങൾ. സ്മോക്കർ ചെയ്താ ലാസ്റ്റ് സോണ്. ഹീൽ ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. ഹീൽ ബാറ്റിൽ തുടങ്ങി. എന്തായാലും സ്മോക്കറ ബുദ്ധിപൂർവ്വമായിട്ടുള്ള ചാടി വീണ് ഹീൽ ചെയ്തു. ചാടി വീണ് അടിച്ചു. എൻ്റെ മോനെ തീർന്നോ? ഇതെന്താ മൂവ് ആതെ? പോ, ബാക്ക് ഇറങ്ങിപ്പോ. ടെൻഡറിലോട്ട് പോ. എന്ത് കഷ്ടാ.
റിസൾട്ട് വാ. റിസൾട്ട് അല്ല നോക്കേണ്ടി വരുമോ? സ്മോക്കർ 8 കില്ല്. ജസ്റ്റ് അല്ല നോക്കാം. സ്മോക്കർക്കാണ് 8 കില്ല്. പിന്നെ ST മാര കളിയായിരുന്നു. ആൻഡ് റെഡ് ബുളിന് 8 കില്ലുണ്ട്. റെഡ് ബുളിന് മാരക കളിയായിരുന്നു.